നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. ഇപ്പോൾ ഞാൻ കോട്ടയത്താണ് കേട്ടോ. കോട്ടയത്തിവിടെ ചൈതന്യയുടെ 25ാമത് കാർഷിക മേള നടക്കുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്, 6:15 ആയിട്ടുണ്ട്. നമുക്ക് ആ കാർഷിക മേള നടക്കുന്ന ഭാഗത്തേക്ക് വേഗം പോയേക്കാം. തെള്ളകത്ത ചൈതന്യ കാർഷിക മേള നടക്കുന്നത്. കൈയൊന്നയഞ്ഞാൽ മനമൊന്ന് മാറിയാൽ കാലൊന്നിടറിയാൽ പരാജയത്തിന്റെ ഭീതിയിലേക്ക് താഴ്ന്നു പോകുന്ന വടമലി മത്സരം. അത് വടമലി എന്ന 25ാമത് ചൈതന്യ കാർഷിക മേള 2025 രൂപത്തിന് ചൈതന്യയുടെ കവാടമൊക്കെയാണ് ആഴ്ന്നിറങ്ങുന്നു. അതെ, കലാസ പോരാട്ടം. അത് അതിന്റെ രൂപത്തിന് മനോഹാരിത തുളുമ്പി നിൽക്കുന്ന മത്സരം. ഒട്ടേറെ പ്രൊഫഷണൽ താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് ചൈതന്യയുടെ വടംവലി മത്സരത്തിന്റെ കലാസ പോരാട്ടം അതൊക്കെ കത്തിക്കയറുകയാണ്. വലിയ കാർഷിക മേളയാണെന്ന് തോന്നുന്നു. നക്ഷത്രവനം ഹെൽത്ത് ഫിറ്റ്നസ് സെൻറ്റർ കാർഷിക മ്യൂസിയം ഒക്കെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നു കേട്ടോ. ഇവിടെ എൻട്രി ഫീസൊന്നുമില്ല, ഫ്രീ ആണ് എൻട്രി. വിൽപ്പനയൊക്കെ കാണുന്നുണ്ടല്ലോ ഇവിടെ. ഇവിടെ ചൈതന്യ അക്വേറിയൊക്കെ ഉണ്ട്. പ്രവേശനം ഇവിടെ നിന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിരിക്കുകയാണ്. എനിക്ക് നല്ല സുഖം. നാളെ മുതൽ ഞാൻ ഉപയോഗിച്ച ക്യാപ്സൂളിനേക്കാളും ടാബ്ലറ്റിനേക്കാളും അതീവ സുഖം ശരീരത്തിലുണ്ട്. എന്റെ ഈ നമ്പറിലേക്ക് വിളിക്കാൻ മാറ്റാം. ഓരോരോ സ്റ്റാളുകൾ കേട്ടോ ഇവിടെ. ഈശ്വര മൂല്യം ഇങ്ങനത്തെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് സ്റ്റാച്യു പാർക്ക്, വിള പ്രദർശനം, പെറ്റ് ഷോ ഒക്കെ ഉണ്ട്. മാൻ്റെയൊക്കെ ശില്പങ്ങളൊക്കെ ഉണ്ട്, മത്സ്യകന്യൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മയക്കി വെച്ചിരിക്കുന്നു. ഉള്ള ഭംഗിയുണ്ടല്ലോ കുതിരയെ കാണാനായിട്ടേ. അതിലൊരു ആംബിയൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സെൽഫിയൊക്കെ എടുക്കാൻ കൊള്ളാം. ഒരു കാട്ടിനകത്ത് കയറിയ പ്രതീതിയെ ആക്കി എടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് കൊള്ളാമല്ലോ, വലിയൊരു ആനയാണല്ലോ ചോദിച്ചിരിക്കുന്നത്. ഫെർലാസാന. ഇത് കൊള്ളാം സംഭവം. കുറച്ച് വലുപ്പം കൂടിപ്പോയെങ്കിലും സംഭവം കാണാൻ രസമുണ്ട്. അതെ അതെ, ജിറാഫൊക്കെ ഉണ്ട്. സംഭവം കൊള്ളാം കേട്ടോ, രസമുണ്ട്. ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വയ്ക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ കയറിയിരിക്കുക. പാമ്പിനെയൊക്കെ വെച്ച് കളിപ്പിക്കുന്നുണ്ട് ഇവിടെ. എന്താ സംഭവം നോക്കാം. ഒരു മൂളിക്കിടപ്പുണ്ടല്ലേ, ഒരു മൂളിക്കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ കണ്ടാൽ മനസ്സിലാകത്തില്ല. ഇത് ഏതാ ഇനേതാ? പൈത്തനാണല്ലേ. ഇതിൻ്റെ കീരി ടൈപ്പ് ഇതിനകത്ത് അത് ഇവിടുന്നാന്ന് തോന്നുന്നു. ഇതിനൊന്നും പേരൊന്നും കാണുന്നില്ല കേട്ടോ. ആഫ്രിക്കൻ ലവ് ബേഡ്സാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഈ കാണുന്നത് ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറേ ഇനം പക്ഷികളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല രസമുണ്ടായില്ലേ സംഭവം.
ഇവിടെ ചൈതന്യ പാർക്കൊക്കെ കേട്ടോ, ആ ഒരു സൈഡിലേക്ക് അവിടെ എഴുതിയിരിക്കും, ബോർഡ് വെച്ചിരിക്കണ്ടല്ലേ. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഉല്ലാസ വിജ്ഞാന കൗതുക കേന്ദ്രമാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ നാടൻ പശുക്കളുടെ പ്രദർശനം അതാണ്ട് ആ കാണുന്ന കേട്ടോ. എല്ലാ സംസ്ഥാനത്തും ഉണ്ടെന്ന് തോന്നുന്നു, കണ്ടേക്കാം. ഇത് വലിയ പശുവാണല്ലോ, എന്താ സംഭവം? മൃഗങ്ങളെ തൊടരുത്. ഇവര് പേരൊന്നും വെച്ചിട്ടില്ലേ, ഭയങ്കര വലുപ്പം. ഇതൊക്കെ ചെറുതാണ് എനിക്ക്, ഇതിൻ്റെ വലുപ്പത്തോട് വെച്ച് നോക്കുമ്പോഴേ ഇത് ചെറുതാണ്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ പകുതിയേ ഉള്ളൂ, ഈ ഒരു പശുവിൻ്റെ പകുതിയേ ഉള്ളൂ അതൊക്കെ. ഇവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ HF മൂരിയായ ബാഹുബലിയുടെ പ്രദർശനമാണ് കേട്ടോ. ഓ, ബാഹുബലിയാണ് കാണുന്നത്, വെറുതെ അല്ല. കർണാടകത്തിൽ നിന്നുള്ള പശുക്കളാണ്, ഹള്ളികൾ നേരെ വരും കേട്ടോ. റാത്തി പഞ്ചാബിൽ നിന്നുള്ള പശുവാണ്, ചെറുത്. ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ളത്. പേരുകളൊക്കെ ഇവിടെ കാണാമല്ലോ അല്ലേ. അങ്ങേരത്ത് രാജസ്ഥാനിൽ നിന്നുള്ളത്, അടുക്കുള്ളത് മഹാരാഷ്ട്ര ദിയോണി. പുലികുളം തമിഴ്നാട്ടിൽ നിന്നുള്ള അവിടെ നിൽക്കുന്നത്. കാങ്ക്രജ് ഗുജറാത്ത് ആണ് അങ്ങേറ്റത്ത് നിൽക്കുന്നത്. അലങ്കാരമൊക്കെ മനോഹരം. നമുക്ക് ആ കുട്ടികളുടെ പാർക്കിന് മാത്രമൊക്കെ ഒന്ന് പോയിട്ട് വരാം. എന്താ പരിപാടി എന്നൊക്കെ അറിയാം. അഭിമാനം സമ്മാനിച്ച ആത്മവിശ്വാസത്തിൽ കൊച്ചിൻ ചന്ദ്രകാന്തൻ. ഇവിടെ നാടകമൊക്കെ നടക്കുക കേട്ടോ. നാടകം എവിടെയുള്ളത്? കൊച്ചിൻ ചന്ദ്രകാന്ത അവതരിപ്പിക്കുന്ന പേരെന്ന് പറയുമ്പോൾ ഹൈക്കോടതിയിൽ നമ്മളെ കൈവിട്ടു. ഇനിയുള്ള വീടും പറമ്പും ഇന്നു മുതൽ നമ്മുടേതല്ല. നീതിയും നിയമവും ഒന്നും നമ്മളെ പോലുള്ള പാവങ്ങളുടെ കൂടെ ഇല്ലടോ. സാധാരണ മറ്റ് എക്സിബിഷനെ കാണുന്ന സ്റ്റേജുകളാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളത്. മറ്റേ മസാജറിൻ്റെ സംഭവമൊക്കെ ഇതൊക്കെ എല്ലാ എക്സിബിഷനും ഉള്ളതല്ലേ. പച്ചക്കറി വിത്തുകൾ, ലേഡീസ് ഐറ്റംസ് വിൽക്കുന്ന സ്റ്റാളായി കാണുന്നത്. ഫുൾ ലേഡീസിൻ്റെ നെയിൽ പോളിഷൊക്കെ. കൈത്തറി മുണ്ടുകൾ 3 എണ്ണം 500 രൂപ. കൈത്തറി തോർത്ത് 4 എണ്ണം 200. വാച്ചുകളുടെ ഷോപ്പാണ്. 250 രൂപയ്ക്കുള്ളൂ വാച്ചിന്. 150 രൂപയ്ക്കും വാച്ചോ. 150 രൂപ, 250 രൂപ, 200 രൂപയ്ക്കൊക്കെ വാച്ചുകൾ.
പ്ലാസ്റ്റിക് പാത്രങ്ങളും പിന്നെ ഈ ടാപ്പിൻ്റെ അടുത്തേക്ക് പിടിപ്പിക്കല് ആ ടൈപ്പ് സംഭവങ്ങളൊക്കെ. കത്തികളൊക്കെ വയ്ക്കുന്ന ഷോപ്പ് കേട്ടോ. രാമചന്ദ്രൻ കത്തികളാണ്. ഒരിക്കലും വാളിനെ തീർത്ത 100% ഓയിൽ ടെമ്പർ ചെയ്ത പാലക്കടം കത്തികൾ കേട്ടോ. 10 കൊല്ലമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പോയില്ലെങ്കിൽ 10 കൊല്ലമെങ്കിലും പിച്ചാത്തിയായിട്ട് കിടന്നു. അതിന് ഗ്യാരണ്ടിയാണ്. പാലക്കാടൻ രാമേന്ദ്രൻ കിഴക്കത്തിയത്. ഏതാ പാലക്കാടൻ? പാലക്കാട് രാമേന്ദ്രൻ കിഴക്കത്തി എന്ന് പറഞ്ഞാൽ സാറേ ഈ ചുവപ്പ് ട്രെയിനകത്തിരിക്കുന്ന ഐറ്റം. ചോപ്പാണ് ലോക്കൽ കത്തിയാണ്. ഈ ഇരിക്കുന്ന ഐറ്റം ഇങ്ങനെ അതല്ല രാമേന്ദ്രൻ കത്തി. അത് നമ്മളെ പിച്ചാത്തിരാവുന്ന ആരമില്ലേ, ആരം വെച്ചുണ്ടാക്കുന്ന കത്തികളാണ്. പിന്നെ അതിൻ്റെ കുറഞ്ഞുണ്ട് ഇത്. ഇതാകുമ്പോൾ 200 ഐറ്റം. ചട്ടികളൊക്കെ വയ്ക്കുന്ന ഇതൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്ന കേട്ടോ. കൊല്ലന്മാരുണ്ടാക്കി വയ്ക്കുന്ന ചട്ടികളാണ്. പല ടൈപ്പ് കപ്പുകളൊക്കെ വയ്ക്കുന്നത്. 3 എണ്ണം 120 രൂപയേ ഉള്ളൂ. കരിപ്പട്ടിയാണോ? കുഞ്ഞു കരിപ്പട്ടിയാണ്. പാലക്കാടൻ പനക്കരിപ്പട്ടിയാണ്. ഇനിയിപ്പോൾ പലഹാരങ്ങളുടെ സ്റ്റാളാണെന്ന് തോന്നുന്നു. കോഴിക്കോടൻ ഹലുവ. കുട്ടികൾക്ക് കളിക്കാനുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കളിച്ച് പഠിക്കാനുള്ള സംഭവം. മൂന്നാർ യൂക്കാലി, മൂന്നാർ തേയില, ചക്ക സ്ക്വാഷ്. ഇതിലിരുന്നിങ്ങനെ ആടാം. പഴയ സിനിമയ്ക്ക് പ്രേതങ്ങളൊക്കെ ഇരുന്ന് ആടത്തില്ലേ. ചട്ടിയൊക്കെ വയ്ക്കുന്ന സ്ഥലങ്ങളാണ്. കറിച്ചട്ടിയും മീൻ ചട്ടിയൊക്കെ ഉണ്ട്. എങ്ങനെയാണ്? എത്ര രൂപ ഇത്? ഇതിന് എത്ര രൂപ? 200. അതോ എല്ലാം ഒരേ റേറ്റ് അല്ലേ? ഒരേ റേറ്റ് അല്ലേ? ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ചെയ്യുന്ന ഷോപ്പാണ് കേട്ടോ. 3D ഫോട്ടോയൊക്കെ ഉണ്ട്. 3D ഫോട്ടോ. 3D ഫോട്ടോ എത്ര? 500. പണ്ടേ ഉള്ള സംഭവമാണ് 3D ഫോട്ടോ.
ഇനി ഫുഡിൻ്റെ ഏറിയ ഫുഡ് കരിമ്പ് ജ്യൂസൊക്കെ അടിക്കുന്നുണ്ട്. ട്രെയിനൊക്കെ ഉണ്ടല്ലോ. കുതിരയുടെ ഒട്ടകത്തിന് റൈഡൊക്കെ ഉണ്ട് കേട്ടോ. ഇതെവിടെ ഒട്ടകം നിൽക്കുന്ന നാട്ടിലെ അനങ്ങാൻ നിൽക്കുക ഓട്ടോ. കുതിര എന്നെ നോക്കുന്നുണ്ട്. തൊഴി വരുമോ? അപ്പോൾ ചൈതന്യ കാർഷിക മേള 2025 കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. രാത്രി 8 മണി.